ഹലോ, ഞാൻ ഡോക്ടർ മിനു ദേവസി, ഹോളി ഫാമിലി ഹോസ്പിറ്റൽ തൊടുപുഴ കൺസൾട്ടൻറ്റ് ഓബ്സ്ട്രീഷ്യൻ, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. ഞാൻ ഇന്ന് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് അഥവാ ആർത്തവിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് അഥവാ രക്തസ്രാവം എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു സ്ത്രീക്ക് 45 വയസ്സിന് ശേഷം ഒരു 45 മുതൽ 55 വയസ്സിനിടയിലാണ് സാധാരണ രീതിയിൽ മെനോപോസ് ഉണ്ടാകുന്നത്, അതായത് ആർത്തവിരാമം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പീരീഡ്സ് ഉണ്ടാവാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മളതിന് മെനോപോസ് എന്ന് പറയും, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ആർത്തവിരാമം അറ്റൈൻ ചെയ്തോ ഒരു ആർത്തവിരാമത്തിലായി എന്ന് നമ്മൾ പറയും. അതിനുശേഷം കണ്ടുവരുന്ന ബ്ലീഡിങ്, അത് ചെറിയ രീതിയിൽ സ്പോട്ടിംഗ് ആയിട്ടോ അഥവാ നല്ല ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് പോലെ തന്നെ ഉള്ള ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ട് കണക്ക് കൂട്ടാറുള്ളത്. സോ ഇതിൻ്റെ റിലവൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് കാണുമ്പോൾ അത് വളരെ സീരിയസ് കണ്ടീഷനാണോ, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യങ്ങളുണ്ടോ, ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോഴും എല്ലാവർക്കും ഒരു സംശയമാണ്. 10% ഇപ്പോൾ ഒരു ആർത്തവിരാമത്തിന് ശേഷം ബ്ലീഡിങ് കാണുമ്പോൾ ഇപ്പോൾ ഒരു 100 സ്ത്രീകൾക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരു 10 സ്ത്രീകൾക്ക് മാത്രമേ അതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് വരാറുള്ളൂ. 90% പേർക്കും അത് വളരെ ലഘുവായ ഇഷ്യൂസ് ആയിരിക്കും. ചിലപ്പോൾ അതൊരു ലോക്കൽ ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സെർവൈക്കൽ പോളിപ്പോ, അവിടെ എന്തെങ്കിലും ഒരു ഗർഭാശയ മുഖത്ത് ഒരു ദശ വളരുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ സ്കിൻ ഇറോഷനായി പോകുന്നതോ ഒക്കെ കൊണ്ടും ബ്ലീഡിങ് ഉണ്ടാവാം. ചില കേസുകളിൽ യൂട്രസിൻ്റെ അകത്തുള്ള ലൈനിങ് കുറച്ച് കട്ടി കൂടി വരികയും ആ ലൈനിങ്ങിൽ കുറച്ച് ചേഞ്ചസ് വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ തത്ഫലമായിട്ടും ബ്ലീഡിങ് കാണാറുണ്ട്. സോ ഇത് ബേസിക്കലി ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ, അതായത് ആർത്തവിരാമത്തിന് ശേഷം ബ്ലീഡിങ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ പോയി കാണേണ്ടതും എക്സാമിനേഷൻ ചെയ്യേണ്ടതുമാണ്. സോ എന്താണ് ചെയ്യുക? സാധാരണ രീതിയിൽ ഒരു ഒ പിയിൽ ചെല്ലുമ്പം ഡോക്ടർ എന്താ ചെയ്യുക? സോ ആദ്യം അവർ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യും. പെർസ്പെക്യുലം എക്സാമിനേഷൻ എന്ന് പറയും. അതായത് ഗർഭാശയ മുഖം കാണത്തക്ക രീതിയിൽ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്ത് താഴെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ലോക്കലി ഉള്ള കോസസ് ആണെങ്കിൽ, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ദശ വളർച്ചയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിന് ലോക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതിനുശേഷം ഡെഫിനറ്റ്ലി നമ്മളൊരു TVS സ്കാൻ, അതായത് ട്രാൻസ് വജൈനൽ സ്കാൻ, യോനി ഭാഗത്തുകൂടെ ചെയ്യാവുന്ന ഒരു സ്കാനാണത്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം യൂട്രസിൻ്റെ ഉള്ളിലെ ലൈനിങ്ങിൻ്റെ തിക്നെസ് എത്രയുണ്ടെന്നുള്ളത് കണക്ക് കൂട്ടണം. അത് സാധാരണ രീതിയിൽ ആർത്തവം നിന്ന സ്ത്രീകൾക്ക് 4 മില്ലിമീറ്ററിന് താഴെയാണ് നോർമൽ തിക്നെസ് ആയിട്ട് കണക്ക് കൂട്ടാറുള്ളത്. എന്തെങ്കിലും കാരണവശാൽ ഇത് 4 മില്ലിമീറ്ററിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബയോപ്സി ചെയ്ത് ആ ബയോപ്സി സ്പെസിമെൻ നമ്മൾ പരിശോധനയ്ക്ക് വിടേണ്ടതാണ്. ഇനി ബയോപ്സി എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് ഒ പിയിലാണോ ചെയ്യേണ്ടത്, മയക്കം തന്നാണോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. 2 തരത്തിലുള്ള ബയോപ്സീസ് ഉണ്ട്. ഒന്ന് പിപ്പൽ ബയോപ്സി എന്ന് പറയുന്നത്, ചെറിയൊരു നീഡിൽ പോലെയുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സെർവിക്സ് ഡൈലേറ്റ് ചെയ്യാതെ തന്നെ, അതായത് ഗർഭാശയ മുഖം വികസിപ്പിക്കാതെ അകത്തേക്ക് കടത്തി വിട്ട് കിട്ടുന്ന സ്പെസിമെൻ ആസ്പിറേറ്റ് ചെയ്തെടുത്ത് പരിശോധനയ്ക്ക് വിടുന്നതാണ് പിപ്പൽ ബയോപ്സി. അത് ഒ പി പ്രൊസീജിയറായിട്ടും മയക്കം തരാതെ അനസ്തീഷ്യൊന്നും ആവശ്യമില്ലാതെ ചെയ്യാവുന്നതാണ്. അതല്ലാതെ കുറച്ച് സെർവിക്സ് ഡൈലേറ്റ് ചെയ്ത് അകത്തുള്ള ടിഷ്യൂ ക്യൂററ്റ് ചെയ്ത്, അതായത് നമ്മൾ ഈ ഗർഭാശയത്തിൻ്റെ അകത്തെ ഭിത്തി വരെയുള്ള ഭാഗങ്ങൾ ചെറുതായിട്ട് ക്യൂററ്റ് ചെയ്ത് കിട്ടുന്ന സ്പെസിമെൻ ടെസ്റ്റിനും വിടാറുണ്ട്. സോ ആ പ്രൊസീജിയറിന് നമ്മൾ ഐദർ നമ്മളതൊരു DNC, ഡൈലേഷൻ ആൻഡ് ക്യൂററ്റേജ് എന്ന് ചെയ്യും. അതല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പ്, അതായത് യൂട്രസിൻ്റെ അകത്തുകൂടെ ഒരു തിന്നായിട്ടുള്ളൊരു ക്യാമറ കടത്തിവിട്ട് യൂട്രസിൻ്റെ ഉൾഭാഗം കണ്ട് നമ്മൾ ബയോപ്സി എടുക്കും. എന്തെങ്കിലും അബ്നോർമൽ ഏരിയാസ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് ബയോപ്സി എടുക്കും. അപ്പോൾ 2 വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഡയറക്റ്റ് ഡൈലേഷൻ ആൻഡ് ക്യൂററ്റേജ്, രണ്ടാമത്തത് ഹിസ്ട്രോസ്കോപ്പിക് ബയോപ്സി. ഈ ബയോപ്സിയിലൂടെ കിട്ടുന്ന സ്പെസിമെൻ നമ്മൾ ടെസ്റ്റിന് വിടും. ഏകദേശം ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ടെസ്റ്റ് റിസൾട്ട് കിട്ടും. ടെസ്റ്റ് റിസൾട്ട് നോർമലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേഷ്യൻസിനെ ഫോളോ അപ്പിൽ മാത്രം വെച്ചാൽ മതി. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, യാതൊരു ഇൻ്റർവെൻഷനും അവർക്ക് ആവശ്യമില്ല. എന്തെങ്കിലും ഇടയിൽ എന്തെങ്കിലും അഗെയിൻ ബ്ലീഡിങ് വരുവാണ്, അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ അഗെയിൻ അവരെ വിളിക്കേണ്ടി വരും, എക്സാമിൻ ചെയ്യേണ്ടി വരും, സ്കാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അഗെയിൻ ഇതുപോലുള്ള തിക്നെസ് കൂടുതലായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഗെയിൻ ബയോപ്സി ചെയ്യേണ്ടി വരും. സോ പേഷ്യൻറ്റ് ബേസിക്കലി ഫോളോ അപ്പിലായിരിക്കണം.
അതേസമയം ഇപ്പം നമ്മുടെ ബയോപ്സി റിപ്പോർട്ട് ഒരു ഹൈപ്പർപ്ലേസിയ എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദർ മേ ബി അതിപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫർദർ ഫോളോ അപ്പിലിരിക്കാൻ തയ്യാറായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ഹോർമോണൽ മെഡിസിൻസ് കൊടുക്കാം. അത് ഹൈ ഡോസ് ഹോർമോൺസ് ആയിരിക്കും, കുറച്ച് പ്രൊലോങ്ഡ് ടൈമിൽ അവർ ഹോർമോൺസ് എടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കാൻ താല്പര്യമില്ല, ഫർദർ ഫോളോ അപ്പിന് വരാൻ താല്പര്യമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സർജറി സജസ്റ്റ് ചെയ്യാം. അതായത് യൂട്രസും അണ്ടാശയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ 45 വയസ്സുള്ള ഒരാൾക്ക് അണ്ടാശയങ്ങൾ എടുക്കേണ്ട ആവശ്യങ്ങളില്ല. ഒരു 55 വയസ്സിന് ശേഷം അല്ലെങ്കിൽ അണ്ടാശയം നമ്മൾ നോക്കുമ്പം അൺഹെൽത്തി ആയി എന്നുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഓവറി കോഡ് റിമൂവ് ചെയ്യും. ഇനി അഥവാ ബയോപ്സി അതൊരു മാലിഗ്നൻസി എന്നുള്ള രീതിയിലാണ് വരുന്നത്, അതായത് ക്യാൻസർ എന്നുള്ള രീതിയിലാണ് 10% കേസുകളിൽ മാത്രമേ ക്യാൻസറായിട്ട് വരാറുള്ളൂ. അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്രസും 2 ഓവറീസും ചേർത്ത് എടുക്കുന്ന രീതിയിൽ സർജറി ആവശ്യമായി വരും. അങ്ങനെയുള്ള കേസുകൾ, അത് ബയോപ്സി റിപ്പോർട്ടിൽ ക്യാൻസർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. MRI പോലെയുള്ള ഹയർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. വേറെ കഴലകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതിനുശേഷം എപ്പോഴും നമ്മളൊരു ഗൈനക് ഓൺകോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ, സെക്കൻഡ് ഒപ്പീനിയനും അവരുടെ കൂടെ പ്രസൻസിലുള്ള ഫർദർ സർജറീസ് ആയിരിക്കും അഭികാമ്യം. സോ അപ്പോൾ പറഞ്ഞു വന്നത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് അഥവാ ആർത്തവ വിരാമത്തിന് ശേഷം കാണുന്ന ബ്ലീഡിങ് തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല. ഡെഫിനറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എക്സാമിനേഷൻ ചെയ്യണം. ആവശ്യമുള്ള മിനിമം ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നോക്കണം. ക്യാൻസർ ഒന്നും അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. 10% കേസുകളിൽ മാത്രമേ ക്യാൻസർ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ എപ്പോഴും എക്സാമിനേഷന് തയ്യാറായിരിക്കണം.